മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്തൊരൻ കരളു പണ്ടേ കരിഞ്ഞതാണെങ്കിൽ. പറയാനുണ്ട് ഒരുപാട്. അറിവിന്റെ ഒത്തിരി വർത്തമാനങ്ങളുടെ ഈ മേഖലയിലേക്ക് സ്വാഗതം. ഇത് ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസത്തെ വിജ്ഞാന വർത്തമാനത്തിന്റെ മധ്യസ്ഥൻ ശ്രീ കാവാലം ശ്രീകുമാർ. സ്വാഗതം. IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ. ഹായ്. പോയ രാത്രിയിലെ ആദ്യ റൗണ്ടിലെ വിജയത്തിന് ശേഷം ദീപ ഇന്ന് മത്സരം തുടരുകയാണോ അതോ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണോ? ദീപയുടെ തീരുമാനമറിയാം. യെസ് ഓർ നോ? Yes is the decision. Deepa, walk it. Deepa, you can pick your lot. ദീപയ്ക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തിയുടെ പേരുമായി ജൂറിയെ സമീപിക്കും. ദീപ, ഓൾ ദി ബെസ്റ്റ്. ദീപ വിചാരിച്ച ആ പേര് അപ്രൂവ്ഡ് സർ? യെസ്, അപ്രൂവ്ഡ്. You are there for the helpline? Yes. Please. And ദീപയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയും. ദീപയ്ക്കറിയാവുന്ന ദീപ എല്ലാത്തിനും പോസിറ്റീവായി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരുക്കമാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി എൻ്റെ കഴിവിന് പരമാവധി അതിനുവേണ്ടി പ്രയത്നിക്കാൻ ശ്രമിക്കാറുണ്ട്. റിസൾട്ട് എന്തായാലും അതുകൊണ്ട് പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും സമീപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു? കുറേ പ്രിപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. അറിയില്ല എന്തായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യാകാശം ദീപയുടെ വഴി ദീപ്തമാക്കട്ടെ. ദീപ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ ആണ്. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോർമൽ ഡെത്ത്? രാഷ്ട്രീയം, കല, സാഹിത്യം? രാഷ്ട്രീയം, സാഹിത്യം, ചെറുകഥാ നോവൽ? ഫിക്ഷൻ, ക്രൈം ഫിക്ഷൻ? രണ്ടും ചോദിച്ചോ? യെസ് ആണ്. അതും ചെയ്യാൻ. ക്രൈം ഫിക്ഷൻ ചെയ്യാറുണ്ടോ? അതും എഴുതിയിട്ടുണ്ട്. മെയിൻ അതല്ല. ക്രൈം ഫിക്ഷനും എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ, മെയിൻ അതല്ല. നോവൽ, ചെറുകഥ എന്നുള്ളത് തന്നെയാണ് മെയിൻ. അതും ഒരു പ്രധാന വിഷയമായിട്ട് പറയാൻ പറ്റില്ല. അതും ചെയ്യാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് പ്രധാന വിഷയം മാത്രമാണ്. അദ്ദേഹത്തിന്റെ എന്തുകൊണ്ട് അദ്ദേഹത്തെ വിചാരിച്ചു എന്നതിന് കാരണമായ ആണോ? ഫിക്ഷൻ, ക്രൈം ഫിക്ഷൻ ആണോ? അല്ല. നോവൽ, ചെറുകഥയല്ല. ആണ്. യൂറോപ്യൻ ആണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? ആണ്. ബ്രിട്ടീഷ്? ആണ്. 1950 ശേഷം മരണം? ആണ്. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എ എന്ന അക്ഷരത്തിൽ പേരിന്റെ ഏതെങ്കിലും ഭാഗം ആരംഭിക്കുന്നു? ഉണ്ട്. Questions? How many questions, sir? 15. 15 over.
എയിൽ ആരംഭിക്കുന്ന പേരാണ്. ആൻഡ്രാൻഡിനെ പോലെ, ആൽഡസ് ഹക്സ്ലിയെ പോലെ എയിൽ ആരംഭിക്കുകയല്ല, ഒരു ഭാഗം ആരംഭിക്കുന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വർക്കുകൾ ഫിലിമറ്റൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. 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 ആഡംസ് ആഡംസ് കോൺഫിഡന്റ് ആണോ? 50%. 50%. പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ? അത് ചോദ്യമല്ലോ കേട്ടോ. ഇല്ല. ഇല്ല. ഈ വ്യക്തിയെ അങ്ങ് പഠിച്ചു എന്നേ ഉള്ളൂ, അല്ലേ? അതെ. അതെ എന്ന് പറയുന്നതും എയിൽ ആരംഭിക്കുന്ന വാക്കാണ്. ഇപ്പൊ എത്ര പെർസെന്റേജ് കോൺഫിഡൻസ്? 50 ഉള്ളൂ ഇപ്പോഴും. 1975 ശേഷമാണോ മരിച്ചത്? ആണ്. ശരി, കൺഗ്രാറ്റുലേഷൻസ്. You have won ₹25,000 from Mir Realtors. പറയൂ. സർ, കിങ്സ്ലി വില്യം ആമിസ്. കിങ്സ്ലി വില്യം ആമിസ് എപ്പോഴാണ് മരിച്ചത്? 1995. 1995. ഇതിനു വേണ്ടി പഠിച്ച പേരാണ്, അല്ലാതെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. 1922. അദ്ദേഹം ഒരു പോയറ്റാണ്, ക്രിട്ടിക്കാണ്, ഫിക്ഷൻ നോവൽസ് എഴുതിയിട്ടുണ്ട്, ഒരു ടീച്ചറായിരുന്നു. ഏതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്? അത് പഠിച്ചില്ല. ഇനി അടുത്ത തവണ പഠിക്കണം. മറന്നുപോയി. ഇനി ഒരാളിനെ, ഒരു എഴുത്തുകാരനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെങ്കിലും ഒന്ന് പഠിക്കണം കേട്ടോ. സർ കിങ്സ്ലി വില്യം ആമിസ്. സർ കിങ്സ്ലി ആമിസ് പ്രമുഖ ഇംഗ്ലീഷ് നോവലിസ്റ്റ്, കവി, വിമർശകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. അദ്ദേഹം 20-ലധികം നോവലുകളും 6 കവിതാ സമാഹാരങ്ങളും ചെറുകഥകളും റേഡിയോ, ടെലിവിഷൻ തിരക്കഥകളും രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പ്രമുഖ ബ്രിട്ടീഷ് നോവലിസ്റ്റ് മാർട്ടിൻ ആമിസിന്റെ പിതാവാണ്. 20-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലെ ഏറ്റവും മികച്ച ഹാസ്യ സാഹിത്യകാരന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു സർ കിങ്സ്ലി വില്യം ആമിസ്. ഇടവേളയ്ക്ക് ശേഷം ദീപ യജ്ഞത്തിന്റെ 2ാം റൗണ്ടിൽ ഉണ്ടാകും. കൃത്യമായി ദീപ പഠിച്ച ഒരു സംഭവമാകട്ടെ, അത് കൃത്യതയോടെ പഠിച്ച, അളന്ന് പഠിച്ച ഒരു സംഭവമാകണം. അതിനു മുൻപ് പ്രേക്ഷകരോട് ഈ ദിവസത്തെ എൻ്റെ ആദ്യത്തെ സൂചന. അഭയം എന്നതാണ് എൻ്റെ ആദ്യത്തെ സൂചന. ദീപ 2ാം ബൗളിൽ നിന്ന് ഒരു വിഷയമെടുക്കുകയും ആ വിഷയത്തെക്കുറിച്ച് ഒരു സംഭവം മനസ്സിലോർക്കുകയും ചെയ്യും. Is it approved, sir? Yes, it's approved. Help line okay? Okay ആണ്. ദീപ, സംഭവം, ഈ ലോകത്തിൽ സംഭവങ്ങളല്ലേ ഉള്ളൂ, അല്ലേ? ഓരോ നിമിഷവും ഓരോ ദിവസവും സംഭവമാണ്. ജനനം ഒരു സംഭവമാണ്, മരണം ഒരു സംഭവമാണ്, വിവാഹം ഒരു സംഭവമാണ്, വിവാഹമോചനം മറ്റൊരു സംഭവമാണ്. നല്ലതും ചീത്തയുമായ ഒരുപാട് സംഭവങ്ങൾ. ദീപയോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, ദീപ വിചാരിച്ചതൊരു നല്ല സംഭവമാണ്. 2 വശങ്ങളുള്ള സംഭവമാണ്.
അത് ഇന്ത്യയിൽ നടന്നൊരു സംഭവമാണ്. അതെ. സൗത്ത് ഇന്ത്യയിൽ നടന്നൊരു സംഭവം നോ. അല്ല. 1950 ശേഷം നടന്ന സംഭവം? നോ. 1900 ശേഷം നടന്ന ഒരു സംഭവം? യെസ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവം? യെസ്. ഭാരതീയർക്ക് അതൊരു നല്ല സംഭവമാണോ? അല്ല. അല്ല. പക്ഷേ രണ്ട് വശങ്ങളുള്ള ഒരു സംഭവമാണ്. അതെ. അതെ. 1910 ശേഷം നടന്ന സംഭവം? അതെ. 1920 ശേഷം നടന്ന സംഭവം? അതെ. 1930 ശേഷം നടന്ന സംഭവം? അല്ല. അത് ഏതെങ്കിലും ഒരു ആക്ട് ആണോ? അല്ല. അല്ല. ആയിരത്തി 1925 ശേഷം നടന്ന സംഭവം? അതെ. ആ സംഭവത്തിൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടോ? ഇല്ല. 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 അതൊരു ക്രൈം ആയിരുന്നു? അല്ല. 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 ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഒരു സംഘം ചെയ്ത ഒരു പ്രവൃത്തിയാണോ അത്? അല്ല. അല്ല. അത് ചെയ്തത് ഒരു ഭാരതീയനാണോ? അതെ. അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു? ഒന്നുകൂടെ ക്ലാരിഫൈ. സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് പറയുമ്പോൾ ഫ്രീഡം ഫൈറ്റർ? അങ്ങനെയും പറയാം. യെസ്. യെസ്, ഹി വാസ് എ ഫ്രീഡം ഫൈറ്റർ. യെസ്. പക്ഷേ ഈ സംഭവം നല്ല സംഭവം അല്ല എന്ന് തോന്നുന്നു. അത് രണ്ടു വശങ്ങളുണ്ട്. പൂർണ്ണമായിട്ടും നല്ലതാണെന്നും അല്ലെങ്കിൽ ചീത്തയാണെന്നും പറയാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ, ബ്രിട്ടീഷ് രാജിനെതിരെ നടത്തിയ ഏതെങ്കിലും ഒരു പ്രതിഷേധമായിരുന്നു ഈ സംഭവം? അത് ഡയറക്റ്റായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. അല്ല, റിസൾട്ട് എന്തായാലും ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു എന്നാണ് ചോദ്യം. അതെ, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആ കാലത്ത് നിലനിന്ന രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയിൽ ഒരു പ്രധാന സംഭവം. അത് ബ്രിട്ടീഷ് രാജിനെതിരെ, ബ്രിട്ടീഷുകാർക്കെതിരെയാണ് എന്ന് പറയാൻ പറ്റില്ലേ? പൂർണ്ണമായും പറ്റില്ല. പ്രദീപ്, അത് പ്രത്യക്ഷത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയല്ല. ഒരു ക്രൈം അല്ലതാണ്.
ആ വ്യക്തിയുടെ മരണം സാധാരണമായിരുന്നു. അതെ. ആയിരുന്നു. പറയൂ. Congratulations. You have won ₹50,000 from Mir Realtors. 1929 നടന്ന 14-point സബ്മിഷൻ ഓഫ് മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇടയിൽ ഒരു പൊളിറ്റിക്കൽ ഗ്യാപ്പ് സൃഷ്ടിച്ചത് ഈ ഒരു പ്രവൃത്തിയോടുകൂടിയാണ്. 14 പത്രികയുടെ സമർപ്പണം ജിന്നയുടെ. ഗുഡ്, നല്ല സെലക്ഷൻ. വെരി ഗുഡ് സെലക്ഷൻ. വണ്ടർഫുൾ. മുഹമ്മദ് അലി ജിന്നയുടെ 14 പത്രികകൾ. മുഹമ്മദ് അലി ജിന്ന 1929 മാർച്ച് 28 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ വെച്ചാണ് തന്റെ ഈ 14 പത്രികകൾ സമർപ്പിച്ചത്. മുസ്ലിം മതസ്ഥർക്ക് കൂടുതൽ അവകാശങ്ങൾ ലഭിക്കണം എന്നുള്ളതായിരുന്നു ജിന്നയുടെ താൽപര്യം. ഇതിനെ തുടർന്ന് മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ ജിന്നയെ പിന്തുണയ്ക്കുകയും 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം 1947 ജനാധിപത്യ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന്റെ വിഭജനത്തിന് കാരണമാവുകയും ചെയ്തു. ഇനി വളരെ കെയർഫുൾ ആവണം. അടുത്ത നിമിഷം വളരെ കെയർഫുൾ ആകേണ്ട നിമിഷം. കാരണം ഇപ്പോൾ മിർ റിയൽറ്റേഴ്സിൻ്റെ 50,000 രൂപ നേടിക്കഴിഞ്ഞ ദീപയ്ക്ക് അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു റിസോർട്ടിൽ സൗജന്യ താമസം, 2 പേർക്കുള്ള സൗജന്യ താമസവും ഉറപ്പുവരുത്തി കഴിഞ്ഞു. പക്ഷെ അടുത്തത് യജ്ഞത്തിൻ്റെ അവസാന കടമ്പയാണ്. യജ്ഞത്തിൻ്റെ അവസാന റൗണ്ടിൽ ദീപ എത്തുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ആകാംക്ഷയുടെ കടലിരമ്പട്ടെ. ഒപ്പം പ്രേക്ഷകരോടുള്ള എൻ്റെ സൂചന അഷ്ടപതി എന്നതാണ്. ദീപ വിജ്ഞാനഗോളത്തിൽ നിന്ന് ലഭിച്ച വിഷയത്തെ ആസ്പദമാക്കി ഒരു സ്ഥലം മനസ്സിലുണ്ട്. അത് ജൂറിക്ക് കൈമാറി. ആ സ്ഥലം, ആ ഇടം നിങ്ങൾ അംഗീകരിക്കുന്നു സർ? യെസ്, അംഗീകരിക്കുന്നു. ഹെൽപ്പ് ലൈൻ ഓക്കെ? ഓക്കെയാണ്. ശരി ദീപ, അപ്പോ ആ സ്ഥലം തേടിയുള്ള എൻ്റെ യാത്രയാണ്. ലെറ്റ്സ് സീ. കുതിര ദീപയ്ക്ക് വേണ്ടി കുതിക്കുന്നു. കുതിരപ്പുറത്ത് ദീപ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറിത്തുള്ളി തുള്ളി ചാട്ടവാറിളകട്ടെ. ആ സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണോ? നോ സർ. യൂറോപ്പിലുള്ള ഒരു സ്ഥലം? നോ സർ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള ഒരു സ്ഥലം? യെസ്. USA-യിലുള്ള ഒരു സ്ഥലം? നോ. അതൊരു നഗരമാണോ? നോ. അല്ല. നോ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണോ ആ സ്ഥലത്തിനുള്ളത്? യെസ്. ആണ്. അതെ. ആ സ്ഥലം അർജന്റീനയിലോ ബ്രസീലിലോ ചിലിയിലോ പെറുവിലോ കൊളംബിയയിലോ ആണോ? യെസ്. അർജന്റീനയിലോ ബ്രസീലിലോ ആണോ? നോ. ചിലിയിലാണോ? നോ. പെറുവിലാണോ? യെസ്. അത് വേൾഡ് ഹെറിറ്റേജ് സെന്ററുകളുടെ കൂട്ടത്തിലൊന്നാണോ? യെസ്. പാബ്ലോ നെരൂദയുടെ വിശ്വപ്രസിദ്ധമായ ഒരു കവിത ആ സ്ഥലത്തിനെ കുറിച്ചാണ്. ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. യെസ്. ഓൺ ദ ഹൈറ്റ്സ് ഓഫ് മാച്ചു പിച്ചു എന്നത് പാബ്ലോ നെരൂദയുടെ ഏറ്റവും പ്രശസ്തമായ കവിതയാണ്. പെറുവിലെ മാച്ചു പിച്ചു ആണോ മനസ്സിൽ? അതെ. മാച്ചു പിച്ചു കൊളംബിയൻ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ഇൻകൻ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് മാച്ചു പിച്ചു. പെറുവിലെ കുസ്കോ നഗരത്തിൽ നിന്നും 80 കിലോമീറ്റർ അകലെയുള്ള ഉറുബാംബ താഴ്വരയുടെ മുകളിൽ ഒരു പർവ്വത ശിഖരത്തിൽ 2430 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1981 പെറു ഇതിനെ സംരക്ഷിത ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ചു.
1983 യുനെസ്കോ ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇൻകകളുടെ നഷ്ടപ്പെട്ട നഗരം എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. 1460 ഇൻകൻ സാമ്രാജ്യം അതിന്റെ ഉന്നതികളിലെത്തിയ കാലത്താണ് മാച്ചു പിക്ചുവിന്റെ നിർമ്മാണം നടന്നത്. ദീപ, ഗെയിം ഈസ് ഓവർ. പക്ഷേ ദീപയുടെ പോരാട്ടം ഉജ്ജ്വലമായിരുന്നു ഈ മത്സരം. നിമ്മി, പ്ലീസ്. നല്ല പ്രകടനം, മികച്ച പ്രകടനം. സ്ത്രീ മത്സരാർത്ഥികളിൽ മികച്ചൊരു പ്രകടനമായിരുന്നു ദീപയുടെ. ഇത് ഞങ്ങളുടെ അശോപഹാരം. ഒപ്പം ദീപയ്ക്ക് 10,000 rupees ക്യാഷ്. വെരി ഗുഡ്. മാച്ചു പിച്ചുവിന്റെ മുകളിലിരുന്ന്, അല്ലെങ്കിൽ മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങളെക്കുറിച്ച് പാബ്ലോ നെരൂദ എഴുതി. പാബ്ലോ നെരൂദ പുൽമേടുകളെക്കുറിച്ചും കുന്നുകളെക്കുറിച്ചും മാത്രമല്ല, തെരുവിൽ കാണുന്ന മനുഷ്യന്റെ ചോരയെക്കുറിച്ച് കൂടുതൽ എഴുതുകയും ചെയ്തു. പ്രേക്ഷകർക്കുള്ള ഈ ദിവസത്തെ മൂന്നാമത്തെ സൂചന ഇതാണ്: സങ്കീർത്തനങ്ങൾ ചിലപ്പോഴെല്ലാം നമ്മളെ അനുഭൂതികളിലേക്ക് നയിക്കും. 2 നാളുകളിൽ നീണ്ട ദീപയുടെ പോരാട്ടത്തിന് ശേഷം ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന മത്സരാർത്ഥിയുടെ പ്രൊഫൈൽ നമുക്കിപ്പോൾ കാണാം. നമസ്കാരം, എൻ്റെ പേര് സക്കറിയ. ഞാൻ കൊല്ലം ജില്ലയിലെ കുണ്ട്രയ്ക്കടുത്തുള്ള കുരിപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വിദ്യാഭ്യാസം കൊല്ലം എസ് എൻ കോളേജിലായിരുന്നു. അതിനുശേഷം ഞാനിപ്പോൾ ആറ്റിങ്ങൽ ഗവൺമെൻറ് കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് പ്രവർത്തിക്കുന്നു. GS പ്രദീപിനെ പോലുള്ളൊരു മഹാനെ കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം തേടാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ചരിത്രത്തെക്കുറിച്ച് സമാഹരിച്ച് ആർജിച്ചെടുത്ത ആ വിജ്ഞാനത്തിൻ്റെ മുത്തുകളിൽ 2-3 നമ്മുടെ പ്രേക്ഷകരോട്, നമ്മുടെ ഇവിടുത്തെ നേരിട്ടുള്ള പ്രേക്ഷകരോട് ചോദിക്കും. കേരളത്തിലെ ക്രിസ്ത്യൻ രാജവംശം ഏതായിരുന്നു? കേരളത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ രാജവംശം ഇല്ലിയാർവട്ടം കറക്റ്റാണ്. വേണാടിൻ്റെ തലസ്ഥാനം കൊല്ലമാണ്. തെക്കൻ വഞ്ചി എന്നറിയപ്പെടുന്ന കൊല്ലമായിരുന്നു. വിജയപരാജയങ്ങൾ എന്നെ ബാധിക്കുന്നില്ല, എങ്കിലും അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിടുന്ന ഈ അശ്വമേധം പരിപാടിയിൽ ഒന്ന് പങ്കെടുക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. ഇതിൽ വിജയിക്കുകയാണെങ്കിൽ എൻ്റെ സമീപത്തുള്ള ഒട്ടനവധി ലൈബ്രറികളുണ്ട്, അവിടെ കുറേയധികം ബുക്കുകൾ വാങ്ങി നൽകണം എന്നാഗ്രഹമുണ്ട്. എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ വളരെ കൃതാർത്ഥനാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ വേദിയിലേക്ക് ഉടനെ എത്തുന്നു. സക്രിയ, ഗുഡ് ഈവനിങ്. യാഗം തുടങ്ങാം. സക്രിയ, ബൗളിൽ നിന്ന് ആദ്യത്തെ വിഷയം തിരഞ്ഞെടുക്കും. മലയാള സാഹിത്യം. മലയാള സാഹിത്യം തിരികെ ഇട്ടു. മലയാള സാഹിത്യത്തിലെ മഹാകാവ്യങ്ങളിൽ ഒന്നാണ് രാമേന്ദ്ര വിലാസം. ശരിയോ തെറ്റോ? രാമചന്ദ്ര വിലാസമല്ലേ? രാമേന്ദ്ര വിലാസം ശരിയാണ്. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമേന്ദ്ര രാമേന്ദ്ര വിലാസം. ശരിയായ ഉത്തരം മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് എത്തുന്നു. രണ്ടാം ബൗൾ. കണ്ടുപിടുത്തം. സേഫ്റ്റി പിൻ കണ്ടുപിടിച്ചത് ആരാണ്? വാൾട്ടർ ഹണ്ട്, ഹംഫ്രി ഡേവി. സേഫ്റ്റി പിൻ വാൾട്ടർ ഹണ്ട് ആണ്. വാൾട്ടർ ഹണ്ട് ആണെന്ന ഉത്തരം ശരിയാണ്. 2500 രൂപ ഫ്രം മിർ റിയൽറ്റേഴ്സ്. കൺഗ്രാറ്റുലേഷൻസ്. മൂന്നാം ബൗൾ. ലോഹം. മെറ്റൽ. ശരി. വിച്ച് ഈസ് ദ ഹെവിയസ്റ്റ് മെറ്റൽ? ഏറ്റവും ഭാരം കൂടിയ ലോഹം ഏത്? ഇറിഡിയം, സീഷിയം, അയൺ. അയൺ. ഇറിഡിയം, സീഷിയം, അയൺ.
അയൺ ഉറപ്പിച്ചോ? ക്ലൂ ഉണ്ടെങ്കിൽ ക്ലൂ 3 ക്ലൂകൾ തന്നല്ലോ. ഇറിഡിയം, സീഷ്യം, അയൺ. ഇതിലൊന്നാണ്. അയൺ. അയൺ ഉറപ്പിച്ചു. യുവർ ആൻസർ ഈസ് അബ്സൊല്യൂട്ട്ലി റോങ്. ദ ഗെയിം ഈസ് ഓവർ. പ്ലീസ്. തെറ്റായിപ്പോയി, മത്സരത്തിൽ നിന്ന് പുറത്തായി. ഇനി പറയാമോ എന്താണ് ഉത്തരമെന്ന്? എന്താണ്? സീഷ്യം. സീഷ്യം. സീഷ്യമായിരുന്നു ശരിയായ ഉത്തരം. പ്ലീസ്. അയൺ എന്ന സക്കരെ പറഞ്ഞപ്പോൾ ഞാൻ 2-3 തവണ ഞാൻ വാൺ ചെയ്തു. ശരി സക്കര. ഇത് അശോപഹാരം. ഇത് മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ സമ്മാനം. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 അഭയം, സൂചന 2 അഷ്ടപതി, സൂചന 3 സങ്കീർത്തനങ്ങൾ ചിലപ്പോഴെല്ലാം നമ്മളെ അനുഭൂതികളിലേക്ക് നയിക്കും. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകരുടെ ഉത്തരം CH മുഹമ്മദ് കോയ. ദീപ മത്സരത്തിൽ വാശിയോടെ പോരാടി. സക്കറിയ പ്രാരംഭഘട്ടത്തിൽ അടിപതറി വീഴുകയും ചെയ്തു. ഇങ്ങനെയാണ് ജീവിതവും മത്സരങ്ങളും എല്ലാം. ചില നിമിഷങ്ങളിൽ ചിലർ. ജയകാന്തന്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയുടെ പേരും അതുതന്നെയല്ലേ, ചില നേരങ്ങളിൽ ചില മനിതர்கள். ശുഭരാത്രി ഫ്രം GS.